ഒരുപാട് ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ഭൂമിയുടെ ഉറവിടങ്ങളിൽ നിന്ന് ഒന്ന് കണ്ടെത്തിക്കൊണ്ടുവന്ന ഈ രത്നങ്ങൾക്ക് ഒരുപാട് സ്വാധീനമുണ്ട് മനുഷ്യനിൽ. പക്ഷെ ഇന്ദ്രനീലം ആരോഗ്യപരമായിട്ട് വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ടും വന്ധ്യതയിൽ നിന്ന് മോചനത്തിന് വേണ്ടിയിട്ടും ധരിക്കാം. കടുത്ത സൂര്യപ്രകാശം നമ്മുടെ ശരീരം ഇങ്ങനെ കാണിച്ചാൽ കറുത്ത പാടുകൾ വീഴുന്നത് പോലെ ആ വൈഡൂര്യങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുതരം പ്രസരണം അത് ശരീരത്തിൽ മുഴുവൻ ഉണ്ടാവും, നമ്മുടെ ഓരോ നാഡീഞരമ്പുകളിലും ഉണ്ടാവും. നമസ്കാരം. മനുഷ്യനെ സ്വാധീനിക്കുന്നത് എന്താണ്? എന്തൊക്കെയാണ് നമ്മെ സ്വാധീനിക്കുന്നത്? നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം അമ്മയുടെ ഗന്ധം നമ്മളെ സ്വാധീനിക്കും, അമ്മയുടെ മുലപ്പാൽ നമ്മെ സ്വാധീനിക്കും. പിന്നെ അമ്മയിൽ നിന്ന് അമ്മ വിരൽ ചൂണ്ടി കാണിച്ചു തരുന്ന അച്ഛൻ, പിന്നെ അച്ഛൻ്റെ ഗന്ധം, പിന്നെ അച്ഛൻ്റെ ശ്വാസം, പിന്നെ അച്ഛനുമായിട്ടുള്ള ജീവിതം, അമ്മയുമായിട്ടുള്ള ജീവിതം. ഇതാണൊരു കുഞ്ഞിനെ സ്വാധീനിക്കപ്പെടുന്നത്. ആ സ്വാധീനത്തിൽ നിന്നാണ് മനുഷ്യൻ വളരുന്നത്. അവൻ വളരും തോറും അവനെ എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നത്? അവൻ ആദ്യമായി ശൈശവത്തിൽ മുലപ്പാലും ബാല്യത്തിൽ കളിപ്പാട്ടങ്ങളും തുടങ്ങി യൗവനാവസ്ഥയിൽ യൗവനവും കൗമാരത്തിലുമൊക്കെ എന്തൊക്കെയാണോ മനുഷ്യനെ സ്വാധീനിക്കുന്നത്, ആ സ്വാധീനം അവൻ്റെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് അവനുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ചില സത്യങ്ങളുണ്ട്. ആ തിരിച്ചറിയാൻ പറ്റാത്ത ചില സത്യങ്ങളുടെ നിഗൂഢതയിലൂടെ നമ്മൾ കടന്നു പോകാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് അഭിലാഷ്. അദ്ദേഹം നവരത്നങ്ങളെക്കുറിച്ചിട്ടുള്ള നല്ല അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ്. മനുഷ്യനെ സ്വാധീനിച്ച് മനുഷ്യനെ ദുർബലമാക്കുന്ന അവൻ്റെ ദുഃഖങ്ങളും ആ ദുഃഖങ്ങളിൽ നിന്ന് മനുഷ്യനെ കരകയറ്റാൻ പ്രകൃതിയിൽ നിന്ന് അവന് കിട്ടുന്ന ചില അമൂല്യമായിട്ടുള്ള ചില രത്നങ്ങളുണ്ട്. ആ രത്നങ്ങളെക്കുറിച്ചുള്ള ചില വിവരണങ്ങൾ നമുക്ക് അറിവായി പകർന്നു തരാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളും ആ സ്വാധീനങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങളുണ്ടാകും എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ഇന്ന് DNA ചാനൽ ഒരുക്കിയിരിക്കുന്നത്. അഭിലാഷ്, നമസ്കാരം. നമസ്കാരം. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുണ്ടാക്കിയ അല്ലെങ്കിൽ എൻ്റെ ദുരന്തങ്ങളും ആ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഞാൻ കൈകാലിട്ടടിച്ചപ്പോൾ എന്നെ രക്ഷപ്പെടുത്തിയതുമൊക്കെ ഈ നവരത്നങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് 63 വയസ്സ്, ഒരു 25 വയസ്സ് കഴിഞ്ഞ് 27 വയസ്സ് കാലഘട്ടത്തിലൊക്കെയാണ് എനിക്ക് രത്നങ്ങളോടും സ്വർണത്തോടും ഒക്കെ ഒരു ഭ്രമമുണ്ടായത്. അക്കാലത്ത് എനിക്ക് വൈഡൂര്യങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ കാലം എന്നിൽ വരുത്തിയ മാറ്റങ്ങളനുസരിച്ച് ഞാനൊരു സമ്പന്നനായി തീർന്നപ്പോൾ ഞാൻ ഡയമണ്ട് ഉപയോഗിച്ചിരുന്നു. എൻ്റെ സ്വർണ്ണ കണ്ണട ഡയമണ്ടായിരുന്നു. ഞാൻ അന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ വിലമതിപ്പുള്ള ഒരു ഗോൾഡ് വാച്ച് തിരുവനന്തപുരം ഭീമ ജ്വല്ലറിയിൽ നിന്നെടുത്തതാണ്. അക്കാലത്താണ് രത്നലോക എന്ന് പറയുന്നത് തിരുവനന്തപുരം ഭീമ ജ്വല്ലറിയിൽ ഈ ഡയമണ്ടിൻ്റെ ഒരു ഷോറൂം, ചെറിയൊരു ഷോറൂം, അതിനകത്തൊരു പോർഷൻ തുടങ്ങുന്നത്. അന്ന് എനിക്ക് മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. നിരവധി ആൾക്കാർ ലക്ഷങ്ങൾ കൊടുത്ത് ഇതെന്തിനാണ് മേടിക്കുന്നത്? ഞാനൊരു ആകർഷണത്തിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷേ ഞാൻ മേടിച്ച ചില രത്നങ്ങൾ, നവരത്നങ്ങൾ അല്ലെങ്കിൽ വൈഡൂര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആടി ഉലഞ്ഞപ്പോൾ എനിക്ക് നഷ്ടപ്പെടുകയും പിന്നെ ചിലത് ഉപേക്ഷിക്കേണ്ടതായിട്ടും വന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ നവരത്നങ്ങൾക്ക് എന്താണ് പങ്ക്, ഇല്ലെങ്കിൽ വൈഡൂര്യങ്ങൾക്ക് എന്താണ് പങ്ക്? ആദ്യം സ്വാമിയായിട്ട് ഈ വേദി പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സ്വാമി ചോദിച്ചതുപോലെ രത്നങ്ങൾ വളരെ മനോഹരമാണ്. അത് പ്രകൃതിയിലേക്ക് നമ്മുടെ ഭൂമി നമുക്ക് വരദാനമായിട്ട് തരുന്നതാണ്. ഈശ്വരൻ്റെ അനുഗ്രഹവും ചൈതന്യത്തോടു കൂടിയിട്ട് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഏത് വസ്തുവിനെ കാട്ടി മൂല്യമുള്ളതായിട്ട് ഈ രത്നങ്ങൾ മാറിയിട്ട് ഇതിൻ്റെ ഘടനയും ഇതിൻ്റെ നിറത്തിനും ഇതിൻ്റെ ആകൃതിക്കും അനുസരിച്ചിട്ടാണ് നവരത്നങ്ങളെ നിശ്ചിതമായ ഘട്ടങ്ങളിലൂടെ നമ്മൾ അവലോകനം ചെയ്യേണ്ടത്. നവരത്നങ്ങളിൽ ഏറ്റവും പ്രധാനിയായിട്ട് നിൽക്കുന്നത് റൂബിയാണ്. റൂബി ധരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിൽ റൂബി എന്ന് പറയുന്നൊരു കല്ല് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു രാജാവ് നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു കപ്പാസിറ്റി, റേഞ്ച് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൂബി. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു റൂബി ധരിച്ചത് കൊണ്ട് മാത്രം മനുഷ്യൻ്റെ സ്വഭാവ ഗുണമില്ലാത്ത ഒരാൾ റൂബി ധരിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സ്വഭാവ ഗുണം, സത്യം, ധർമ്മം, നീതി എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ. അത്തരത്തിലുള്ള ആ മൂല്യങ്ങളോടുകൂടി ജീവിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആഗ്രഹം കൊണ്ട് റൂബി ധരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അതൊരു നല്ലൊരു ചോദ്യമാണ് സ്വാമിയുടെ. ശ്രേഷ്ഠമായ ചിന്തയും ശ്രേഷ്ഠമായിട്ടുള്ള അറിവും പാണ്ഡിത്യവും ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ കർമ്മത്തിലും നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്.
ദൈവം നിശ്ചിതമായിട്ടുള്ള അളവിലാണ് അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഭൂമിയിൽ. റൂബി ധരിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാവുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് അവർ നല്ല ചിന്തകളും നല്ല ശ്രേഷ്ഠവും ലീഡർ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. അങ്ങനെ ജാതകവശാൽ അത് സമയം നോക്കിയാൽ തന്നെ ഈ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ളവർക്ക് മാത്രമേ റൂബി അവരുടെ നക്ഷത്രപ്രകാരം റൂബി ധരിക്കുക എന്നുള്ളത് വരുള്ളൂ. അതിലിപ്പോൾ ഒരാളുടെ സ്വഭാവം മോശമാണ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരിലോ ഒന്നും അത് ധരിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വരില്ല. ഇത് നമ്മൾ ധരിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അത് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ സ്വഭാവ ഗുണം ഉള്ളവർക്ക് മാത്രമേ ഈ ആകർഷണത്തിൽ തോന്നത്തുള്ളൂ. അതെ അല്ലേ? ഇപ്പം നമുക്കൊരു ഇരിപ്പിടം, ചിലർക്ക് പെട്ടെന്ന് നവരത്നങ്ങൾ ധരിച്ചു ഭാഗ്യശാലിയാകാം. പക്ഷെ ഭാഗ്യശാലിയാകാൻ യോഗമുള്ള ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ ധരിച്ചത് കൊണ്ട്, നവരത്നമാണെങ്കിലും വൈഡൂര്യമാണെങ്കിലും ധരിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ നവരത്നം ചിലർക്ക് ഇതൊന്നും ധരിച്ചുകൂടാന്ന് പറയുന്നുണ്ട്, വൈഡൂര്യം ഒന്നും ധരിച്ചുകൂടാന്ന് പറയുന്നത്. നവരത്നം എല്ലാവരും മിക്കപ്പോഴും ആൾക്കാർ പറയുന്നത് നവരത്ന കല്ല്, നവരത്നം ഈ 9 രത്നങ്ങൾ ധരിച്ച് ഒരുമിച്ച് ധരിക്കുക എന്നുള്ളത് അത് ഞാൻ ഒരിക്കലും ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല. അങ്ങനെ ധരിക്കാൻ പാടില്ല. അത് എൻ്റെ ഒരു വീക്ഷണ രീതി വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്, അത് ധരിക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും അവരുടെ ജനന സമയം തൊട്ട് ഇന്ന ഓരോ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. ഓരോ ഗ്രഹത്തിൻ്റെയും ചലനങ്ങൾക്കും വ്യതിചലനങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള സഞ്ചാരമുണ്ട്. അതിൽ നമുക്ക് 9 സ്റ്റോൺസിൻ്റെയും പവർ ഒരേ രീതിയിലല്ല നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത്. അത് നാച്ചുറൽ ആയിട്ടുള്ള ഇന്ന് കാണുന്ന നവരത്ന മോതിരങ്ങൾ നമ്മൾ ധരിക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നവരത്നങ്ങൾ ധരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. നവരത്നങ്ങൾ ധരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. അത് ഒരു സത്യമായ കാര്യമാണ്. കാരണം എൻ്റെ ഒരു നവരത്നം ഉണ്ടായിരുന്നു. അത് അന്നത്തെ വളരെ വിലപിടിപ്പുള്ള നവരത്ന മോതിരമായിരുന്നു. എൻ്റെ ബുധദശ തന്ന കേതു തുടങ്ങുന്ന കാലത്ത് ശംഖുമുഖം കടലിൽ വെച്ച് ഞാനൊരു ബലികർമ്മം ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്നത് ഊരിപ്പോയി. അതൊരു കേതുദശ തുടങ്ങുന്ന കാലഘട്ടമായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി ഈ നവരത്നങ്ങളുടെ ഓരോ കല്ലുകൾക്കും ഇപ്പോൾ പിന്നെ ഗോമേതകം ധരിക്കുന്നത് അല്ല, സർപ്പദോഷമായിട്ട് ബന്ധപ്പെട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ഭൂമിയുടെ ഉറവിടങ്ങളിൽ നിന്ന് ഒന്ന് കണ്ടെത്തിക്കൊണ്ടുവന്ന ഈ രത്നങ്ങൾക്ക് ഒരുപാട് സ്വാധീനമുണ്ട് മനുഷ്യനിൽ. പക്ഷെ അത് കൃത്യമായ സമയത്ത് അത് കൃത്യമായി ധരിച്ചില്ലെങ്കിൽ, അത് ധരിക്കുന്നത് കൃത്യതയോടെ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ വലിയ ദുരന്തം സംഭവിക്കും. ഇവിടെ പലരും ഇതൊരു കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇന്നതാണ് ഇന്നത് ധരിച്ചോളൂ എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള അറിവില്ലാതെ അതിനോടുള്ള ആകർഷണത കൊണ്ട് മാത്രം ഇത്തരം മോതിരങ്ങൾ ധരിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള നവരത്നങ്ങൾ ധരിക്കുമ്പോൾ, ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം ധരിച്ചാൽ അതിൻ്റെ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ടുള്ള ഒരു പ്രാപ്തമായ കാലമല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ധരിക്കുന്ന ആൾക്ക് ദോഷം വരും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി വളരെ പ്രണയിച്ച് ജീവിച്ച 2 പേരാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ പയ്യൻ നമ്മുടെ വരൻ ഒരു ഈ വൈഡൂര്യം മേടിച്ച കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി അത് സ്നേഹപൂർവ്വം പ്രണയപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്തു. അത് എല്ലാവരുടെടുത്തും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. പക്ഷേ എന്ത് കാരണങ്ങൾ കൊണ്ട് ആണെന്നറിയില്ല, ആ കുട്ടിക്കൊരു ഭീകരമായ അപകടം സംഭവിച്ചു. അംഗവൈകല്യം സംഭവിച്ചു. അംഗവൈകല്യം സംഭവിച്ചതിന് ശേഷം ഈ കുട്ടിയെ കാണാൻ പോയപ്പോഴാണ് ഈ വൈഡൂര്യത്തിനെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ടാകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതാര് തന്നതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ തന്നതാണ്. ഇയാൾക്കത് ധരിക്കാൻ പാടില്ലായിരുന്നല്ലോ. ഇനിയിപ്പോൾ അത് ധരിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചു എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വൈഡൂര്യം, ആ പെൺകുട്ടിക്ക് വൈഡൂര്യം ധരിക്കാൻ പാടില്ലായിരുന്നു. ഗ്രഹങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന സ്വാധീനം, ഇപ്പം നമ്മുടെ സൂര്യപ്രകാശം, കടുത്ത സൂര്യപ്രകാശം നമ്മളെ ശരീരം ഇങ്ങനെ കാണിച്ചാൽ കറുത്ത പാടുകൾ വീഴുന്നത് പോലെ ആ വൈഡൂര്യങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുതരം പ്രസരണം അത് ശരീരത്തിൽ മുഴുവൻ ഉണ്ടാകും. നമ്മുടെ ഓരോ നാഡീഞരമ്പുകളിലും ഉണ്ടാകും, നമ്മുടെ ബോധത്തിലൂടെ ഉണ്ടാകും, ഓർമ്മകളിലുണ്ടാകും. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അത് പ്രതിദാനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ സംഘർഷങ്ങൾ, സുഖവും ദുഃഖവും സംഘർഷങ്ങളും, ഇതെല്ലാം ഈ കല്ലുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. അത്തരത്തിൽ അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടതുള്ളത് കൊണ്ടാണ് ഈ നല്ല നവരത്നങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ ഉത്തമമായി കണ്ടെത്തി അതിൻ്റെ ഗ്രഹനിലകൾ പരിശോധിച്ച് അത് അനുയോജ്യമായി ധരിക്കേണ്ട ആൾക്കാർക്ക് വിലപിടിപ്പുള്ളതും അല്ലാത്തതുമായ രത്നങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന വിധത്തിൽ, ഇപ്പം എല്ലാവർക്കും ഒന്നും ഇത് മേടിച്ച് കോടിക്കണക്കിന് മേടിച്ച് ധരിക്കാനൊന്നും പറ്റില്ല. അത് മനുഷ്യൻ്റെ സുഖദുഃഖങ്ങൾക്ക് ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന സ്വാധീനം, ആ സ്വാധീനം പ്രപഞ്ചത്തിലേക്ക് വന്നിട്ട് ആ പ്രപഞ്ചത്തിൻ്റെ കല്ലുകൾ പാറക്കെട്ടുകളിലും അല്ലെങ്കിൽ പാറമേടുകളിലും
പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്ക് മറിഞ്ഞിരിക്കുന്ന ഇത്തരം കല്ലുകളെ അടർത്തി കൊണ്ടുവന്ന് അതിനെ പോളിഷ് ചെയ്ത് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് മാറ്റമുണ്ടാക്കാനും മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് സുഖകരമായ ഭൗതികങ്ങളിൽ ഭ്രമിച്ച് ജീവിക്കുന്നവരല്ല, ആത്മീയതകളിൽ പോലും ചില കല്ലുകളുണ്ട്. നമ്മളിപ്പം ഹിമാലയത്തിലൊക്കെ പോയാൽ സന്യാസിമാരുടെ കയ്യിൽ അവർ തന്നെത്താൻ കെട്ടിക്കൊണ്ട് നടക്കുന്ന കാണാം ചില കല്ലുകളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? അവർക്ക് മോതിരം ഇടാനോ അല്ലെങ്കിൽ വെള്ളി മോതിരം ഉണ്ടാക്കിയിടാനോ അതിനുള്ള അവസ്ഥയൊന്നുമില്ല. കല്ലുകൾ ഇങ്ങനെ കൂട്ടിക്കെട്ടിക്കൊണ്ടിടക്കുകയും കഴുത്തിൽ അങ്ങനെ കല്ലുകൾ കെട്ടിത്തൂക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വളരെ കാലം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ആ കല്ലുകൾ ഉണ്ടാക്കുന്ന സ്വാധീനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങൾക്കുള്ളൊരു അറിവാണ്. നമുക്ക് രോഗം വരാതിരിക്കാൻ നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ പോലെ നമ്മൾ അത്യാപത്തിൽ ചെന്ന് പെടാതിരിക്കാൻ ചിലപ്പോൾ ഈ കല്ലിൻ്റെ സ്വാധീനം, ആ സ്വാധീനം എത്ര വലുതായിരിക്കും? നമുക്ക് നമ്മുടെ സ്റ്റോൺസിൻ്റെ ഒരു രത്നശാസ്ത്രം നോക്കുമ്പോൾ അതിലേറ്റവും മനോഹാരിതയുള്ള ഒരു വശമെന്ന് പറയുന്നത് പൂർവികരുടെ കാലഘട്ടത്തിൽ ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് രചിച്ചിട്ടുള്ളത് ഗ്ലൈക്കോമ എന്ന രോഗം നമ്മുടെ കണ്ണിന് വരുന്നതാണ്. ഗ്ലൈക്കോമ എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ കാറ്റ്സൈ അല്ലെങ്കിൽ വൈഡൂര്യം, പ്രകാശം അതിലേക്ക് കടത്തിവിട്ട് സൂക്ഷ്മമായിട്ട് അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാലഘട്ടത്തിലും അത് ഭേദമായൊരവസ്ഥയുണ്ട് ആ രോഗത്തിൽ. പൂച്ചയുടെ കണ്ണുകൾ പോലുള്ള അതെ. അപ്പോൾ ആ കാറ്റ്സൈ വൈഡൂര്യം എന്ന് പറയുന്നതിന് അത്രയും ശ്രേഷ്ഠമാണത്. അതിൻ്റെ മുന്നിലൂടെ ഓടുന്ന ലയൻ പ്രകാശം അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ലയനായിട്ടൊക്കെ മാറുമ്പോൾ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രകൃതി തരുന്നതാണ്. അതുപോലെ തന്നെ ഇന്ദ്രനീലം, പണ്ടത്തെ കാലത്ത് ഇന്ദ്രനീലം ധരിക്കുക, ഇപ്പോൾ ശനിയുടെ അപഹാരം ഉണ്ടെങ്കിൽ ഇന്ദ്രനീലം ധരിക്കുകയുള്ളൂ. അത് ഞാനൊരു തെറ്റായ ധാരണകൾക്ക് എതിരെ പറയുന്നതാണ്. അത് ശനിയുടെ അപകാരം ഉണ്ടെങ്കിൽ ഇന്ദ്രനീലം മസ്റ്റായിട്ട് ധരിക്കാം. പക്ഷെ ഇന്ദ്രനീലം ആരോഗ്യപരമായിട്ട് വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ടും വന്ധ്യതയിൽ നിന്ന് മോചനത്തിന് വേണ്ടിയിട്ടും ധരിക്കാം. അത് എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ഇതിനകത്ത് സയന്റിഫിക് ആയിട്ട് ഇത് സിന്തറ്റിക് ആയിട്ടൊക്കെ ഉള്ള കല്ലുകൾ ഉണ്ടെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ മൂല്യമുള്ള നല്ല കല്ലുകൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താൻ? ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു സാധാരണ ഒരാൾ വന്നിട്ട് ഇന്ദ്രനീലം മേടിച്ച് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ പുള്ളി പറയും 1 ക്യാരറ്റ്, 1.5 ക്യാരറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ 1/2 സെൻറ്റ്. അവരുടെ കാര്യത്തിന് നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടുള്ള ശക്തിയും എനർജിയും കിട്ടണമെങ്കിൽ കല്ലിൻ്റെ ആകൃതിയും വലിപ്പവുമാണ്. ഭാരത്തിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഭാരത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ എത്ര ക്യാരറ്റ് ആണെന്ന് നമ്മൾ നിശ്ചയിക്കപ്പെടണം. അതിലൂടെ പ്രകാശം നമ്മുടെ കല്ലിലേക്ക് വരുമ്പോഴാണ് എനർജി നമുക്ക് ഫോർവേഡ് ആവുന്നത്. പ്രകാശം അതിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ ഈ കല്ലുകളിൽ സിന്തറ്റിക് ആയിട്ട് ഇന്ന് ആൾക്കാർ ഒരുപാട് കബളിപ്പിക്കപ്പെടുന്നു. കടകളിൽ പണം ഉണ്ടാക്കാനായിട്ട് എനിക്കറിയാം ഇത്തരം സിന്തറ്റിക് ആയിട്ടുള്ള ഈ കല്ലുകൾ കൊടുത്ത് സമ്പന്നരായ ഒരുപാട് പേരുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയ്ക്ക് ആ പണമൊന്നും അനുഭവിക്കാൻ പറ്റാത്ത വന്നതായിട്ടുള്ള കഥകളും എനിക്ക് നല്ലപോലെ അറിയാം. അല്ല, സിന്തറ്റിക്കിന്റെ പൊതുവെയുള്ള കാര്യം എന്ന് പറയുന്നത്, സിന്തറ്റിക് എന്ന് പറഞ്ഞ ഒറിജിനൽ സ്റ്റോൺ ആയിട്ട് സിന്തറ്റിക് കൊടുത്തിട്ട് അവർ ധരിക്കുക, അതിന്റെ റേറ്റ് ഒരു മിനിമം 3000, 4000, 5000 റേഞ്ചിനൊക്കെ കൊടുക്കുക, അതൊക്കെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾക്ക് ധരിക്കാനുള്ള ഒരു തുക എങ്ങനെയാണ്? അവനെ ഒരു 1000 രൂപയ്ക്ക് തലമുള്ള കല്ലുകൾ കാണാൻ സാധ്യതയുണ്ട്. അല്ല, പൊതുവിൽ നമ്മളുടെ ജനാധിപത്യമായിട്ടുള്ളൊരു നാടാണ്. നമുക്ക് എല്ലാ മനുഷ്യരും ധരിക്കണം. ഇപ്പോൾ സമ്പന്നർ മാത്രം ധരിക്കുക അല്ലെങ്കിൽ പാവപ്പെട്ടവർ ധരിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരു ഉദ്ദേശമല്ല. പക്ഷെ നാച്ചുറലായിട്ട് കല്ല് എന്ന് പറയുന്ന രത്നങ്ങൾ എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള രത്നങ്ങളായിട്ടുള്ളത് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിലേ ധരിക്കാൻ സാധിക്കും. വൈഡൂര്യങ്ങൾ ഒരു നല്ലൊരു കാറ്റ്സൈ 1 ക്യാരറ്റ് 2 ക്യാരറ്റ് എന്നുള്ള നല്ലൊരു കാറ്റ്സൈ നമ്മൾ ധരിക്കണമെങ്കിൽ ആ ക്യാരറ്റിൻ്റെ റേറ്റ് ഉണ്ട്. ഇന്ന് സാധാരണ 1 ക്യാരറ്റിന് വേണ്ടി തന്നെ നമ്മുടെ മിക്ക കടകളിലും മേടിക്കുന്ന 5000, 6000 ഈ റേഞ്ചിലൊക്കെ അല്ല. നല്ല നാച്ചുറലായിട്ട് നമുക്ക് നല്ല ഇൻക്ലൂഷൻസോട് കൂടി കിട്ടുന്ന നല്ല കാറ്റ്സൈക്ക് അതിൻ്റെതായിട്ടുള്ള റേറ്റ് ഉണ്ട്. കാറ്റ്സൈയെ കുറിച്ച് എനിക്കറിയാം. ഒരാൾ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് ആ പെൺകുട്ടിയായിട്ട് ഒളിച്ചോടി, തീരെ നിവൃത്തിയില്ലാത്ത ഒരു കാലഘട്ടത്താണ്. അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് ആ മുറിയിൽ വെച്ച് അവർക്കൊരു കാറ്റ്സൈ കിട്ടി. അപ്പോൾ അവർക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആ വീട്ടുകാരടുത്ത് ചോദിച്ചു, ഈ കല്ല് ഞാൻ എടുത്തോട്ടെ എന്ന് പെൺകുട്ടി ചോദിച്ചു. കാരണം അവരെ ജീവിതത്തിൽ കിട്ടിയ ഒളിച്ചോടിപ്പോയി താമസിക്കുകയാണ്, വീട്ടുകാരിൽ നിന്ന് എതിർത്ത് താമസിക്കുന്നതാണ്. വളരെ പഴക്കമുള്ള കാറ്റ്സൈ, അതിൻ്റെ ഒരു പ്രകാശം ആ വീട്ടുകാർക്ക് അറിഞ്ഞൂടാ അതിനെക്കുറിച്ചൊക്കെ. കാരണം ഒന്നുകിൽ അത് മറ്റാരോ വിദേശത്തുണ്ടായിരുന്ന ആരോ വാടകയ്ക്ക് താമസിക്കുന്നുള്ള വീട്ടിലേക്കാണ് ഇവർ പോയി താമസിക്കുന്നത്. ആ വീട്ടുകാർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ട് ഈ കല്ല്, ഈ കാറ്റ്സൈ അവരോട് എടുത്തോളാൻ പറഞ്ഞു. അതെന്താ ഇവിടെ കിടന്നാണ്, നമുക്ക് അറിഞ്ഞൂടാ, മറ്റാരുടെയെങ്കിലും ആയിരിക്കും. പക്ഷേ ആ കല്ല് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. വളരെ വലിയ മാറ്റം. കാരണം വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ശതകോടീശ്വരനായി മാറുന്ന അവസ്ഥയിലേക്ക് മാറി. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഒരു അറ്റാക്ക് വന്ന് മരിക്കുകയൊക്കെ ചെയ്തത്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ സമ്പന്നമായി വളരെ നിലയിലേക്ക് പോയി.
ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അവസാനം വന്നിട്ട് ഇയാൾക്ക് എങ്ങനെയാണ് ഈ സമ്പന്നത ഉണ്ടായെന്ന് പോലും അറിയാതെ സ്വീകരിക്കുകയും ചെയ്തു. അതേസമയം ആ കാറ്റ്സി എന്ന് പറയുന്ന ആ വൈഡൂര്യം ഈ മുറിക്കുള്ളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ആരുടെയോ ഒരു സാധനമാണ്, ആരുടെയോ ഒരു നവമാണ്. അപ്പോൾ ഇയാൾ ഒരു ഭാഗ്യശാലിയും കൂടെ ആണെങ്കിൽ മാത്രമേ ആ ഭാഗ്യശാലിക്ക് കൃത്യമായി അത് കിട്ടിയപ്പോഴാണ് ആ ഭാഗ്യം തെളിയാൻ ഇത് കാരണമായെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അതെ, തീർച്ചയായും. അവർ വളരെ പവിത്രമായിട്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് ധനവരവിനും നമ്മുടെ ദശയ്ക്കനുസരിച്ചിട്ട് മാറ്റങ്ങൾക്ക് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം നമുക്ക് കാറ്റ്സൈ അനുകൂലമായിട്ട് വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മിനിമം ഒരു സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റുന്ന കാറ്റ്സൈ എത്ര എമൗണ്ട് വരും? നമ്മളിപ്പോൾ പരസ്യമായിട്ട് DNA പ്രേക്ഷകരിൽ ലോകത്തെ എമ്പാടും നിരവധി പേരുണ്ട്. ഇപ്പോൾ താങ്കളെ അഭിലാഷിനെ ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നമ്പർ കൊടുക്കാം. എന്നാലും നമുക്കൊരു സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന തരത്തിലുള്ള ഏത് വിധത്തിലുള്ള ഇത്തരം വൈഡൂര്യങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുമോ? ഇല്ല, നമുക്കൊരു റേറ്റ് ഉണ്ട്. എനിക്ക് നാച്ചുറലായിട്ട് നമ്മളൊരു ക്യാരറ്റ് ബേസിലാണ് കൊടുക്കുന്നത്. ആ ഒരു റേറ്റിലുള്ള കാറ്റ്സൈ മാത്രമേ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ട്രസ്റ്റ്ഫുള്ളായിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ക്യാരറ്റ് ബേസ് കുറഞ്ഞിട്ട് അവർക്കൊരു ഗുണം കിട്ടാതെ നമ്മൾ കൊടുത്തിട്ട് അതിനൊരു അർത്ഥമില്ല. അപ്പം എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ് ബേസ് ചെയ്ത് അത് ഇത്രയാണ് ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മാറ്റങ്ങൾ അവർക്കുണ്ടായി അവരുടെ ഫീഡ്ബാക്കാണ് നമുക്ക് ഏറ്റവും അനുകൂലമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ദൈവികമായ അനുഗ്രഹത്തോടു കൂടി ദൈവചിന്തകളോടുകൂടി ദൈവമേ എന്ന് വിചാരിച്ച് ഇത്തരം കാര്യങ്ങൾ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നവന് ഇതിപ്പോൾ നല്ല പണം വരുമല്ലോ. അപ്പോൾ ആ അനുഭവം ഉണ്ടാകണം, ആ ഗുണം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതെ, നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നാച്ചുറലായിട്ടുള്ള ഒരു ക്യാരറ്റ് ഒരു 3 ക്യാരറ്റിൽ കൂടുതലല്ലാത്ത ഒരു സ്റ്റോണും ഞാൻ കൊടുക്കാറില്ല. എല്ലാ 3 ക്യാരറ്റിന് മുകളിലോട്ടല്ലാത്ത ഒരു സ്റ്റോണും ഞാൻ ആരുടെടുത്തും ധരിക്കാനും പറയില്ല, കൊടുക്കുകയില്ല. ഒരു ക്യാരറ്റിനൊരു സ്റ്റോൺ മേടിച്ച് നിങ്ങൾ ധരിക്കൂ എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഇതിൽ വെച്ച് എനിക്കതിനൊരു തൃപ്തിയില്ല. കാര്യം എല്ലാ പേരും പറയും നമ്മുടെ ഓരോ സ്റ്റോൺസിനും റൂബി ആയാലും യെല്ലോ സഫയർ ആയാലും ബ്ലൂ സഫയർ ആയാലും വൈറ്റ് സഫയർ ആയാലും എല്ലാ സ്റ്റോൺസിനും അതിൻ്റെതായിട്ടുള്ള ദളങ്ങളുണ്ട്. ഈ ദളങ്ങളുടെ റിഫ്ലക്ഷൻസ് ലൈറ്റ് കറക്റ്റായിട്ട് അതിലേക്ക് വരുമ്പോൾ ദളങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. ഇപ്പോൾ റൂബിക്കകത്തേക്ക് കാണുന്ന ഒരു ഇൻക്ലൂഷൻസ് ലൈറ്റ് പോകുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസും അല്ല നമുക്ക് ബ്ലൂ സഫയറിൽ കാണുന്നത്. ബ്ലൂ സഫയറിൽ കാണുന്നതല്ല നമ്മൾ സഫയറിൽ കാണുന്നത്. ഇതിനെല്ലാത്തിനുപരി ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്നൊരു വരദാനമാണ് ഡയമണ്ട്. മോസ്റ്റ് പ്രീഷ്യസ് എന്ന് പറയുന്നതിനപ്പുറം ഡയമണ്ടിൻ്റെ ഗുണങ്ങൾ അനുഭവസ്ഥർ നേരിട്ട് പറയുന്ന ഗുണങ്ങളുണ്ട് ഡയമണ്ടിന്. ഡയമണ്ട് കൈകൊണ്ട് സ്പർശിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അത് സ്പർശിച്ചാൽ അപ്പോഴും തന്നെ ശരീരത്തിന് ഭാരം അനുഭവപ്പെടും, വെയിറ്റ് അനുഭവം. അത് നമ്മൾ ജുവലറിയിൽ നിന്ന് മേടിച്ചിടുന്ന അല്ലെങ്കിൽ സ്റ്റോണിൽ ഡയമണ്ട് ഇരിക്കുന്നു, നമുക്ക് വന്നിട്ട് നമുക്ക് റിങ്ങിൽ ഡയമണ്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബ്രേസ്ലെറ്റിൽ ഡയമണ്ട് ഇരിക്കുന്നു. അതല്ല, 1 ക്യാരറ്റിന് മുകളിലോട്ടുള്ള ഒരു ഡയമണ്ട്, വൈറ്റ് ഡയമണ്ട് കളർ ഗ്രേഡ് D വരുന്ന BVS 1 കാറ്റഗറി വരുന്ന സർട്ടിഫൈഡ് GI സർട്ടിഫൈഡ് ആയിട്ട് ബോധ്യപ്പെട്ട നാച്ചുറൽ കാർബണിൻ്റെ അംശം പ്രകൃതി വരദാനമായി നൽകിയിട്ടുള്ള ഓസം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ വാചാലനായിട്ട് പറയുന്നത് ഡയമണ്ട് ഇറ്റ്സ് എ വെരി പ്രീഷ്യസ്. പൊതുവിലുള്ളൊരു തെറ്റിദ്ധാരണ ഡയമണ്ട് എന്ന് പറയുന്ന സാധനം, ഡയമണ്ട് മർച്ചൻറ്റ് എന്നുള്ള രീതിയിൽ ഡയമണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ലാഭം പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതല്ല. ഏതൊരു രത്നവ്യാപാരിയുടെയും അവിഭാജ്യ ഘടകമാണ് ഡയമണ്ട്. ആചാരപ്രകാരം സ്വാമിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആചാരപ്രകാരം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഭദ്രകാളി ഉപാസകന് യൂസ് ചെയ്യാനുള്ള ഇതാണ് ഡയമണ്ട്. ഡയമണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആകർഷണമാണ്, സമ്പാദ്യം. അത് നമ്മൾ 1 സെന്റ്, 1/2 സെന്റ്, 10 സെന്റ് ഓരോരുത്തർക്ക് പോയിട്ട് ഒരു 10 സെന്റ് ഡയമണ്ട് നിങ്ങൾ ഇട്ടോളൂ, നിങ്ങൾക്ക് നാളെ തെറ്റാണ്, അത് വിശ്വസിക്കരുത്. കാര്യം 10 സെന്റും 5 സെന്റും ഡയമണ്ട് ഇട്ടത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. നിങ്ങളൊരു 75 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾ ഒരു 25 സെന്റ് ഇട്ടാൽ പോലും ഗുണമില്ല. 1.5 ക്യാരറ്റിന് മുകളിലുള്ള ഡയമണ്ട് ഇട്ടാൽ മാത്രമേ ആകർഷണം ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഇടേണ്ട രീതിയിൽ ഇട്ടിട്ട് നിങ്ങൾ ആ ദിവസം ഇട്ടിട്ട് ചെന്നിരുന്നാൽ അതിൻ്റെ ബോധ്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് നമ്മൾ ആരെയും പറഞ്ഞു കൊടുക്കേണ്ടില്ല. ഇപ്പോൾ ഞാൻ സ്വാമിക്ക് തരികയാണ് ഡയമണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇത് കൊടുക്കുന്ന സമയത്ത് അയാൾ ഇട്ടിട്ട് പൊതുമധ്യത്തിൽ പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതു ഫംഗ്ഷനിൽ പോകുമ്പോഴൊക്കെ ഉള്ള ആ മാറ്റം മുഖത്തിലൂടെ റിഫ്ലക്ഷൻ. അതാണ് ഡയമണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഡയമണ്ട് ധരിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ ആകർഷണതയെക്കുറിച്ചും
ആ ഡയമണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന രോഗദുരിതങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നല്ലപോലെ മനസ്സിലാക്കിയ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇപ്പം ടീച്ചറിന് എപ്പോഴും പറയും എനിക്കൊരു മൂക്കുത്തി വേണം ഡയമണ്ടിൽ. അങ്ങനെ ഞാൻ വിളിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് പോത്തീസിൽ കൊണ്ടുപോയി ഡയമണ്ട് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. കാരണം നമുക്ക് അത്രയും വില കൊടുപ്പുള്ളതൊന്നും വാങ്ങിച്ചു കൊടുക്കാനുള്ള അവസ്ഥകളില്ല. ഒന്ന് അപ്പോൾ ഒരു സാധാരണ എന്നിട്ട് ഞാൻ ഒരെണ്ണം ചെറുത് മേടിച്ചു കൊടുത്തു. പിന്നെ അത് പക്ഷേ ഇട്ടിട്ട് മൂക്കിലിട്ടിട്ട് അത് അറിയാൻ പാടില്ല. അപ്പം ഡയമണ്ട് നല്ല വിലയുള്ളതാണല്ലേ? അതെ, ഡയമണ്ട് ഒരു സാധാരണ മൂക്കുത്തി, സാധാരണ ഒരു പെൺകുട്ടിക്ക് ഒരു ഡയമണ്ടിൽ ഒരു മൂക്കുത്തി വേണം, എന്ത് വില വരും? അതിലോട്ട് ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇടപെടത്തില്ല. നമ്മളങ്ങോട്ട് പോകാത്ത കാരണം ഞാൻ സമയത്ത് വ്യക്തമായിട്ട് പറയേണ്ട റീസണാണ്. ഏറ്റവും കൂടുതൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഡയമണ്ട് ഉണ്ട്, വിവിധ ഇനം കളറുകളിൽ ഡയമണ്ട് ഉണ്ട്, വിവിധ ഘടനയിൽ ഡയമണ്ട് ഉണ്ട്. അത് കട്ട് ചെയ്യുന്നത് ഇപ്പം നമുക്ക് റൗണ്ട് റിലിയൻ കട്ട് ചെയ്യാം, എമറോൾഡ് കട്ട് ചെയ്യാം, പല രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഡയമണ്ട് കട്ട് ചെയ്യുന്നതിലല്ല, അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലല്ല പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കിട്ടുന്ന നാച്ചുറാലിറ്റിയിലാണ്. അതെ, ഡയമണ്ടിനെ വെല്ലുന്ന രീതിയിൽ ഇന്ന് ഡയമണ്ട് ഇല്ലെങ്കിൽ മോൺസലൈറ്റ് എന്ന് പറയുന്നതും ലാബ് ഗ്രോൺ എന്ന് പറയുന്നതും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കറക്റ്റ് ഡയമണ്ടിൻ്റെ അതേ കാർബൺ അംശം എല്ലാം ഉണ്ടാവും. അത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ജുവലറികളിലെല്ലാം യൂസ് ചെയ്യുന്നതാണ്, ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഡയമണ്ട് എന്ന് പറയുന്നത് കാർബണാണ്. അത് ഏറ്റവും ഹാർഡ്നെസ് ആയിട്ടുള്ള, പ്രകൃതി നമുക്ക് തരുന്ന ഏറ്റവും ഹാർഡ്നെസ് ആയിട്ടുള്ള, അതിനെ കട്ട് ചെയ്യാൻ ഡയമണ്ട് തന്നെ വേണം. ഡയമണ്ടിനെ കട്ട് ചെയ്യാൻ ഡയമണ്ടിനെ സാധിക്കും. അപ്പൊ ഈ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ മനുഷ്യൻ ധരിക്കുമ്പോൾ അവന് അപകടം ഉണ്ടാവും. അതാണ് ഞാൻ നാച്ചുറൽ രോഗദുരിതങ്ങൾ വരാനുള്ള സാധ്യതയില്ല. അത് ധരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അളവിൽ അതിലൊരു ഗുണമില്ല. ഗുണം മാത്രമല്ല, മനുഷ്യന് ശാരീരികമായ അവശതകളുണ്ടാവും. തീർച്ചയായിട്ടും. അതാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിന് ദശലക്ഷം വർഷം കൊണ്ട് രൂപാന്തരപ്പെടുന്നതാണ് ഡയമണ്ട്. ഭൂമിയുടെ എത്രയോ അടിത്തട്ടുകളിൽ നിന്ന് കുറച്ച് വിരലിലെണ്ണാവുന്ന ഒരു ഘടനയോടുകൂടി കുറച്ച് മുകളിലോട്ട് വരുന്നതിനെയാണ് നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ അടിത്തട്ടിലേക്ക് എത്രയോ അടിത്തട്ടിൽ ഏറ്റവും ഭൂമിയുടെ ഏറ്റവും അടിയിൽ രൂപാന്തരപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഈ എന്തെങ്കിലും മാറ്റം കൊണ്ട് കുറച്ച് മുകൾ വരുന്നതിനാണ് നമ്മൾ ഇത്രയും വലിയ ഖനനം നടത്തിയെടുക്കുന്നത്. അപ്പോൾ അത് രൂപാന്തരപ്പെടുന്ന ഇത്രയും വർഷങ്ങൾ അതിലേക്കുള്ള ഓരോ എനർജി പാസിംഗ് ഒക്കെ നാച്ചുറലിൽ കിട്ടുന്ന അതേ ലെവൽ നമുക്ക് ലാബിൽ കിട്ടില്ലെന്ന് എൻ്റെ അറിവാണ്. ഇനി തർക്കിക്കാനല്ല. ഇതിനകത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ അഗാധമായിട്ട് ഭൂമിയുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ലേസർ, ഇല്ലെങ്കിൽ അത് എവിടെയാണോ ഈ നാഗമാണിക്യം എന്നൊക്കെ പറയുന്ന പോലുള്ള നാഗങ്ങൾ കവലിക്കുന്ന സ്ഥലത്തെ, നാഗസ്വാധീനമുള്ള സ്ഥലത്തെ, മനുഷ്യനെ സ്വാധീനിക്കുന്ന നാഗസാന്നിധ്യമുള്ള സ്ഥലത്തൊക്കെ സ്റ്റോണുകൾക്ക്, ചില നാഗങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഇന്ന ഭാഗത്ത് ഇത്തരത്തിലുള്ള കല്ലുകൾ കാണും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനിതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് സ്വാമി ഇതിനെക്കുറിച്ച് ഇത് നടത്തണം, നമുക്ക് ഇതിനെ സെയിൽ നടത്താൻ പറ്റും, ഇല്ലെങ്കിൽ ഇത് പരസ്യം ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് പ്രയോജനമുണ്ടെന്നൊക്കെ പറയുമ്പോഴും ചെയ്യാത്തതിൻ്റെ കാരണം നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റാവുന്ന നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റാവുന്ന, നമുക്ക് വിശ്വാസം അർപ്പിച്ച് നമുക്കൊരാളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്താനായിട്ടുള്ള ഒരു കാലതാമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കല്ലുകൾ മനുഷ്യജീവിതത്തിലുണ്ട്, നവരത്നങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ടാക്കുന്ന പുഷ്യരാഗം ഉൾപ്പെടെയുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള, തിളങ്ങുന്നതിന് എന്തിനോടും ഭ്രമം വരുന്ന ഭൗതിക ലോകത്ത്, ഭ്രമിപ്പിക്കുന്നത് എന്തിനോടും ഭ്രമം വരുന്ന ഭൗതിക ലോകത്ത് ഇത്തരത്തിൽ നമുക്ക് ശരീരത്തിനും മനസ്സിനും കർമ്മത്തിനുമൊക്കെ ഊർജമുണ്ടാക്കുന്ന ഇത്തരം വൈഡൂര്യങ്ങൾ, അത് മനുഷ്യന് അവനെ ഉപയോഗിക്കാൻ പാകത്തിലുള്ള, അല്ലെങ്കിൽ അവനെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള, അവന് വില കൊടുത്ത് വാങ്ങി ധരിക്കാനുള്ള ആഗ്രഹങ്ങൾക്കൊപ്പം അവനെ സാമ്പത്തികമായ നിലവാരവും കൂടെ ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള കല്ലുകൾ കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം നല്ല കല്ലുകൾ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞ് മാറ്റിവെച്ച, ഇതൊരു കച്ചവടമായിട്ട് കാണാത്ത, എന്ന് പറഞ്ഞാൽ ഈ ഞാൻ കൊടുക്കുന്നത് ദൈവികമായിട്ടുള്ള ഒരു അവസ്ഥ, ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണെന്നും നമ്മൾ ദൈവകൃപയോടുകൂടി ചെയ്യേണ്ടതാണെന്നും തിരിച്ചറിയുന്ന, കച്ചവടമില്ലാത്ത മനസ്സിലെ കച്ചവടക്കാരനാണെന്ന് അഭിലാഷെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് DNA ചാനലിലെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താനാണ് ഞാൻ കൊണ്ടുവന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കൊടുക്കാം, അദ്ദേഹത്തെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഏതാണോ ധരിക്കേണ്ടതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത പ്രയാസങ്ങളും ദുഃഖ ദുരിതങ്ങൾക്കും ഒക്കെ മാറ്റമുണ്ടാക്കി സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന അവസ്ഥയുണ്ടാക്കുന്ന, പ്രപഞ്ചത്തിൽ നിന്ന് ദൈവഹിതമായി കിട്ടുന്ന, ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് കിട്ടുന്ന ഈ വൈഡൂര്യങ്ങളും രത്നങ്ങളും ഒക്കെ നമ്മുടെ മനുഷ്യൻ ജീവിക്കുന്ന ആരോഗ്യമുള്ള ഒരു മനസ്സാണല്ലോ
ആരോഗ്യമുള്ള ശരീരത്തിനോടൊപ്പം ആരോഗ്യമുള്ള മനസ്സ്. ഇതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കി കൊടുത്ത് സമ്പന്നമാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ സമ്പന്നമാക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ സമ്പന്നമാക്കുന്ന ഇത്തരം വൈഡൂര്യങ്ങളും രത്നങ്ങളുമൊക്കെ നല്ല നമുക്ക് പരിമിതമായിട്ടുള്ള വിലയ്ക്ക് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു ദൈവകൃപയുള്ള ആളെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാം. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈശ്വര സങ്കല്പത്തോടെ ജീവിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം പ്രപഞ്ചം കനിഞ്ഞു നൽകുന്ന ഇത്തരം കല്ലുകളും കൂടെ നമുക്ക് ധരിച്ചുകൊണ്ട് മുന്നിലോട്ട് പോയാൽ ജീവിതത്തിൽ മനസ്സാകുന്ന അന്ധകാരത്തിൽ നിന്ന് പ്രപഞ്ചത്തിലേക്കുള്ള നമ്മുടെ മുമ്പിലുള്ള അന്ധകാരത്തിൽ ഈ നമ്മൾ ധരിക്കുന്ന ആ വൈഡൂര്യത്തിൽ നിന്നും ഇല്ലെങ്കിൽ ആ കല്ലുകളിൽ നിന്ന് തന്നെ നമുക്കൊരു പ്രകാശമുണ്ടാകും. ആ പ്രകാശം ദൈവകൃപയോടുകൂടി തന്നെ നമുക്ക് അനുഭവിക്കാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.